ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും മാധ്യമപ്രവർത്തകനുമായ ചാർലി കെർക്ക് കൊല്ലപ്പെട്ടു. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ പ്രസംഗത്തിനിടെയാണ് കെർക്കിന് വെടിയേറ്റത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും മാധ്യമപ്രവർത്തകനുമായ ചാർലി കെർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് കെർക്കിന് വെടിയേറ്റത്. ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച കെർക്ക് ടേണിംഗ് പോയിന്റ് USA എന്ന യുവജന സംഘടനയുടെ സഹസ്ഥാപകൻ കൂടിയാണ്. അമേരിക്കയിലെ യുവാക്കളുടെ ഹൃദയമറിഞ്ഞ ആളാണ് കെർക്കെന്ന് ട്രംപ് എക്സിൽ കുറിച്ചു. കെർക്കിന്റെ മരണത്തിന് പിന്നാലെ ഞായറാഴ്ച വരെ അമേരിക്കൻ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെർക്കിന്റെ കൊലപാതകത്തിൽ ഒരാൾക്ക് മാത്രമേ പങ്കുള്ളൂവെന്നാണ് നിലവിലെ പ്രാഥമിക വിവരം. എന്നാൽ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആക്രമണത്തിന് പിന്നാലെ 47,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി അടച്ചു. കെർക്ക് പങ്കെടുത്ത ക്യാമ്പസിലെ പരിപാടി നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. കെർക്കിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് 1000-ഓളം പേർ ഒപ്പിട്ട അപേക്ഷ സർവകലാശാല അധികൃതർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സംവാദത്തിനുമുള്ള ഇടമാണ് സർവകലാശാല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ക്യാമ്പസ് പരിപാടിയിൽ തോക്ക് അക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് കെർക്കിന്റെ കഴുത്തിന് വെടിയേറ്റത്. സംഭവത്തിന് പിന്നാലെ നിലവിളിച്ചോടുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ആക്രമണത്തെ അപലപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. വൈസ് പ്രസിഡന്റ് JD വാൻസും കെർക്കിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. തർക്കങ്ങൾ അക്രമത്തിലൂടെയല്ല ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് പറഞ്ഞത്. ഡെമോക്രാറ്റിക് നേതാക്കളും പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആക്രമണം നീചവും അപലപനീയവുമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസും പറഞ്ഞു. രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് രാജ്യത്ത് ഒരു സ്ഥാനവുമില്ലെന്ന് മുൻ ഹൌസ് സ്പീക്കർ നാൻസി പെലോസി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.